ശ്രീശുവലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ കൊളറാഡോ യാത്രയിൽ ഞങ്ങൾ ഡെൻവറിലായിരുന്നു ആദ്യം പോയത്. ഡെൻവറിൽ നിന്ന് ഞങ്ങൾ പിന്നെ ഒരു ദിവസം അവിടെ ഉണ്ടായി, 2 ദിവസം അവിടെ ഉണ്ടായി. 2-ാമത്തെ ദിവസം ഞങ്ങൾ കൊളറാഡോ സ്പ്രിങ്ങിലേക്ക് പോയി. കൊളറാഡോ സ്പ്രിങ്ങിലാണ് ഗാർഡൻ ഓഫ് ദ ഗോഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കുറേ മൗണ്ടൈൻസ് ഒരുമിച്ചുള്ള ഒരു ഏരിയയാണ്. അത് ഒരു ടൂറിസ്റ്റ് ഏരിയ ആണ് അത്. അപ്പോൾ അവിടെ എന്തുകൊണ്ട് ആ പേര് വരുന്നത് വെച്ചാൽ അത് ഫിറ്റ് ഫോർ ദി ഗോഡ്സ് ടു അസംബിൾ എന്ന് പറഞ്ഞിട്ടാണ് അതുകൊണ്ടാണ് ആ പേര് അതിന് വന്നത്, ഗാർഡൻ ഓഫ് ദ ഗോഡ്സ് എന്നുള്ള പേര് വന്നത്. അപ്പം ഞങ്ങൾ അവിടെ ഒരു ട്രോളി പാക്കേജ് എടുത്തു. അപ്പോൾ ഈ മൗണ്ടെയിന് ചുറ്റുമായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയൊരു 1 hour. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പം എല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇപ്പോൾ സമയം 9:19 രാവിലെ. ഇപ്പോൾ ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ട് മറ്റേ സിറ്റിയിലേക്ക്, കൊളറാഡോ സ്പ്രിങ്ങിലേക്ക്. അങ്ങനെ റൂം വെക്കേറ്റ് ചെയ്യാണ്. ബൈ റൂമിനോട് ബൈ പറഞ്ഞു. ഇന്ന് നമ്മള് പുതിയ സ്ഥലത്തേക്ക് പോകാമേ. വേറെ ഹോട്ടലിലാണ് ഇന്ന് രാത്രി താമസിക്കാം. നാളെ നമ്മള് വീട്ടിലേക്ക് പോകും തിരിച്ച്. ജോസ്കോ വരാന്ന് പറഞ്ഞേക്കണേ. ജോസ്കോ ഞങ്ങള് ഫസ്റ്റ് ഇറങ്ങി. ജോസ്കോ ഇപ്പൊ എത്തും. ഇഷ്ടാ കുറച്ചുകൂടി വീട്ടിലുള്ള ഞാൻ തരാട്ടാ. എന്തിനാ വേണ്ടത് മാത്രം സ്റ്റാറില്ല? അവിടെയുള്ള എല്ലാ സാധനം നീ അല്ല കുറച്ചും പറഞ്ഞിട്ട് പറഞ്ഞു. അവിടെ എല്ലാം കിട്ടുക, ഫുഡ് എല്ലാം ഡീറ്റെയിൽ നല്ലതല്ലേ. അവിടെ സ്റ്റാർ കൊടുത്തു നല്ലത് പറഞ്ഞ. നമ്മൾ സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി വെച്ചിട്ട് വീണ്ടും വരാം. ആമി കെയർഫുൾ. എല്ലാം ലോഡ് ചെയ്തു പോവായി. നമ്മള് ഒന്നുകൂടിയും ജോസ്കാരനെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നമുക്ക് ഒന്നുകൂടി ഹോട്ടലിലേക്ക് കയറിയിട്ട് ചെക്കൗട്ട് ചെയ്യാൻ അവരോട് ഒന്ന് പറഞ്ഞിട്ട് വരണ്ടേ. വാ, ചായം കൂടി കുടിച്ചിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു അല്ലേ. അല്ലേ ആപ്പിൾ എടുത്തിട്ട് ഒരു പഴം കയ്യിൽ വെച്ചിട്ടുണ്ട്. ആമിന്റെ ഒരു ആപ്പിൾ എടുത്തിട്ട്. ഞങ്ങള് കസ്റ്റമേഴ്സ് അല്ലേ. I just want one apple. Okay, here's your apple. Thank you. Sir. Thank you. Anything else for the day? Can I No. have one more banana, please? Oh, Okay, madam. okay. So, anything else? No. We're good. Do you want some drinks? No, thank you. Bye bye. Have a good day. You too. Money. ഇങ്ങനെയാണോ? You too. Have a good day, madam and sir. Okay. Bye bye. പൂളുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇതുവരെയായിട്ട് കണ്ടില്ല. ഇവിടെ ഒരു പൂൾ എന്ന് പറഞ്ഞ റൂമുണ്ട്. ഇപ്പോൾ നമുക്ക് പൂളുണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്. ചെക്കൗട്ട് ചെയ്തിട്ട് പോയി. ഹോട്ടലിനോട് നമ്മൾ ഇവിടെ പറഞ്ഞ് അടുത്ത യാത്ര കൊളറാഡോ സ്പ്രിങ്. ഇപ്പോൾ കൊളറാഡോ സ്പ്രിങ് ഇവിടുന്ന് 53 മിനിറ്റ് ഉണ്ട്. അവിടെയുള്ള ഗാർഡൻ ഓഫ് ഗോഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ്. അതൊരു മൗണ്ടെയിൻ തന്നെയാണ്. സ്ട്രൈറ്റ് ആണ് ഇനി പോലെ നമ്മൾ പോണത് ഗാർഡൻ ഓഫ് ഗോഡ്. റൈറ്റ് സൈഡിൽ കാണാണ് ഗാർഡൻ ഓഫ് ഗോഡ്സ്. അങ്ങോട്ടാണ് നമ്മളിപ്പോൾ കൊണ്ടിരിക്കണേ. ഇൻഫർമേഷൻ സെന്ററിലെത്തി. റെസ്റ്റ് റൂമിൽ പോകണം. അങ്ങോട്ടാ കയറണേ. ആമി വാ. ഗാർഡൻ ഓഫ് ഗോഡ്സ് വിസിറ്റ് നേച്ചർ സെന്റർ അതുകൂടിയാണ്. സീസൺസ് ഉണ്ട്. പാർക്ക് വിന്റർ, സ്പ്രിംഗ് ടൈമിൽ ഇങ്ങനെയാണ്. സമ്മർ, ഫോൾ. ഇത് ക്ലിക്ക് ചെയ്താൽ അവിടെയാണ് കിസ്സിംഗ് ക്യാമറ. അതെവിടെയാണ്? അതിതാണ് നോർത്ത് ഗേറ്റ്. ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നേരെ അങ്ങോട്ട് നോക്കിയാൽ കാണാട്ടെ. കറക്റ്റ് എല്ലാം ഉണ്ട്. ഇതിന് വ്യൂ ആട്ടോ അവിടെ. ഓ, അവിടെ കണ്ടതാണ്. ഇവിടെ കണ്ടേ. സൂപ്പർ. ഇതാണ് നമ്മുടെ ഗാർഡൻ ഓഫ് ഗോഡ്സ്.
അടിയിലേക്ക് ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പം അടിയിൽ എന്തോ നോക്കാം. ഇവിടെ ആക്ടിവിറ്റീസും ബസ് ടൂറൊക്കെ ഉണ്ട്. എങ്ങനെയാണെന്ന് നോക്കി ചോദിച്ചു നോക്കാം. ഡൈനോസറിൻ്റെ അടുത്തേക്കാ ഫോട്ടോ എടുക്കണം. എടുത്ത് കൊടുക്കട്ടെ. ഉണ്ട് കേട്ടോ, കുറേ ടൂറുകളുണ്ട്. ട്രോളി, ജീപ്പ്, അഡ്വഞ്ചർ ചലഞ്ച്, ബൈക്ക്, ഈ ബൈക്കൊക്കെ ഉണ്ട്. തീരുമാനിച്ചിട്ടില്ല. ഒരു തിയേറ്റർ എൻട്രൻസ് കാണിക്കുന്നത് എന്താ നോക്കിയൊക്കെ എൻ്റെ ഉള്ളു. സാധനങ്ങളാണ് കേട്ടോ. നടക്കും നോക്കി. തിയേറ്ററാണ്. തിയേറ്ററിൽ അത് എക്സിറ്റാണ്. വാ തിരിച്ചിട്ട് ജസ്റ്റ് ഇത്രേ ഉള്ളൂ. 30 to 50 minutes. അതാ നല്ലത്. ട്രോളി ഇതാണ് കേട്ടോ. ട്രോളി ടൂർ ഇങ്ങനെയാണ്. ഞങ്ങള് അങ്ങനെ ടൂർ ഒരെണ്ണം സെലക്ട് ചെയ്തു. ട്രോളി എടുത്തു. എത്ര മിനിറ്റ്? 1 മണിക്കൂർ അല്ലേ? 1 മണിക്കൂറിലെ ടൂർ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ടൂറാണ് അത്. 12:00 തുടങ്ങുള്ളൂ. ഇപ്പോൾ 11:52 ആയിട്ടുള്ളൂ. 11:52 12:00 തുടങ്ങുള്ളൂ. അപ്പം എന്തെങ്കിലും കഴിച്ചിട്ടാവാം. ഫുഡ് ക്യാരി ചെയ്യാമെന്ന് പറ്റുമെന്ന് പറഞ്ഞാൽ അല്ലേ? അപ്പോൾ നോക്കാം. കഴിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ബർഗർ എന്തെങ്കിലേ വിശന്നിട്ട് തുടങ്ങി. അപ്പോൾ അത് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. അപ്പോൾ 12:00 വരെയാണ് സമയമുള്ളൂ. 12:00 നമ്മുടെ ട്രോളിയിലുള്ള ട്രിപ്പ്. നമ്മളെ ഇത് കാണാൻ കേട്ടാ. ഫുഡെത്തി. ഞാൻ കഴിച്ചു. ഇത് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും പറഞ്ഞു. അതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിക്കാം. ഫുഡ് വന്നു. അമ്മയുടെ ഫുഡാണ്. വണ്ടി എത്തി. നമുക്ക് ഇതിലാണ് ടൂറ്. എടാ വണ്ടിയല്ലേ? അടിപൊളി വണ്ടി. ഇതിലാണ് നമ്മുടെ ടൂർ കേട്ടോ. 1 hour. അങ്ങനെ അതേ നമ്മൾ കയറി. ഇത്ര ആൾക്കാരുണ്ട് കേട്ടോ. 14 പേരുണ്ട്. 12 പേര് വെച്ചിട്ടാണ് 1 hour. ഡ്രൈവർ വന്നു കേട്ടോ. നമ്മൾ ഡ്രൈവർ എത്തി. നമ്മൾ യാത്ര പോവാണ്. മൊത്തം കറങ്ങാൻ പോവാണ് ഇവിടെ 1 hour. How about you in the back there? Where are you guys coming from? North Carolina. What part? So, there's 6 miles of roads here. We're going to drive all 6 miles of roads, and we'll talk about everything that you can see in the park. The only thing I would encourage you to do if you have time is go and hike in the park. And I'm not talking you guys. തുടങ്ങാണ്. വണ്ടി എടുക്കുക. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. All right, who's ready for this? Ladies and gentlemen, welcome to the Garden of the Gods. Yeah. Something along those lines. We're getting ready to go see the #1 attraction in Colorado. Man who's responsible for us having. കൊണ്ട് പോകേണ്ടവര്. But more importantly, he learned about the American Indian tribes who stayed here since 500 AD together, and they gave the land to the city as known now. Each other smooth right കിസ്സിംഗ് ക്യാമലാണ്. കിസ്സിംഗ് ക്യാമൽ പോലെയല്ലേ ആ ഭാഗത്ത് അറ്റത്ത് അവിടെ കിസ്സിംഗ് ക്യാമൽ. See the 6-foot-long white rabbit on top of White Rock here in front of us. ഇപ്പൊ കറക്റ്റ് ആയിട്ട് ആ ക്യാമലിന്റെ ഉമ്മ വയ്ക്കണ കാണാലോ. കിസ് ചെയ്യണത്. ഓ ഇതല്ലേ? Because this area here, this ridge is called Rattlesnake Ridge. And we do have western diamondbacks up on the ridge. That's a souvenir you don't want to take back home. ഇവിടെ ഡിയറിനെ കാണാൻ പറ്റും. നോക്കാം നമുക്ക്. നല്ല തിരക്കിട്ട് കേട്ടാ. അതാണ് വണ്ടി ഇത്ര സ്ലോവിൽ പോണേ. Signs they have on their fence are telling you about the Rocky Mountain bighorn sheep that live on that side. There's a herd of about 240 of them that live North Gateway Rock. ഇതാണ് ഏറ്റവും വലിയ ഇതേട്ടാ. ഏറ്റവും North വലിയത്. Gateway is made out of sandstone, and that beautiful red color comes from the amount of iron ore that's trapped inside the sandstone. It's boxed and put it in the archives for the next 100 years.
And then when we were working on this out of the archives, they re-examined it and realized the dinosaur found here was a one-of-a-kind dinosaur that's never been seen anywhere. Guys, if you bought a postcard upstairs, that's probably what it looked like. This is the most popular view of the park. This is the Central Garden from the North Rim. Down in the center, those three spires are called the Three Graces. And they're going to look completely different when we see them on their side. The guy that we saw climbing is on the middle one. അതിൻ്റെ ഉള്ളിലാണ് ആൾ കയറിയിരിക്കണേ. The last people to live here were a band of southern മുകളിലൊക്കെ ആൾക്കാർ നടക്കുന്നുണ്ട്. until the mid-1800s. They would winter here. They'd come down from the mountains. അതെ അവിടെ ആൾക്കാർ ക്ലൈം ചെയ്തിട്ടാ. The costumes, the dancing, and the ceremonies Really, അവിടെ are ആൾക്കാരുണ്ട്. absolutely മുകളിലുണ്ട്. ഇവിടെ So guys, we're only about 3 miles from downtown Colorado Springs. Cats in the park all the time. കടക്കണ പറഞ്ഞു. Mountain lions, Wow. it's a little trick. And This the guy view. immediately to our left. This is Cameron's Cone. You hold your hand out. The mountain, you're looking at a mountain that is taller than 11.5. If you see a significant 13 or 14,000 feet. ബൈക്ക് സ്പേക്കാണ് അടുത്തത്. അത് അവിടെയാണ് ഉച്ചയ്ക്ക് ശേഷമാണത്. If you look at Cameron's Cone, drop off the side of the mountain. We don't. Thousands of years ago, that cracked and fell through. The wide side of the foundation. Make sure you follow it around as we go through this gateway, because the best pictures are going to be through the gateway, looking back over your right shoulder. Look how precarious it looks from right here. So it's not too big. We're about a half a mile from that main. Back in 1900, the back. It is a tourist trap, but it's the crowds. But it also has an amazing selection of gifts from all over Colorado and food items. In the back left, they still have the artist gallery that showcases a lot of the local artists and on certain holidays. So you can see where we're not going to get any bigger. The private land is going to develop right up to the very edge of the garden. Fred Flintstone fans back there? Look for Fred Barney out on the ridge about 500. You see the beret on top of his head, his rather proud nose. Keep it up. Yeah. The one in the middle is called the Screaming Witch. You see the witch looking up at the sky screaming? And then look at the people way up on the summit of the other one. വിച്ചിന്റെ ഫേസ് പോലെ മോളിക്ക് നോക്കിക്കണ. Guide or a permit. His name is the Resting Buddha because it looks like Buddha with his eyes closed and a smile on his face. Now the people you see up there, they're not as high as you think they are because the trail kind of terraces up to where they're at. They're about 10, 12 feet off the ground. I'm up here at 4:20 in the afternoon for a different high experience. Downtown into Old Colorado City. This park across the road, we call that the Locals Gardens, Red Rock Canyon Open Space. Look at all those formations that are just smaller versions of what you're seeing here in the garden. And then finally Manitou and views up into Pikes Peak. And then as I come around past this little shade structure, you can see the big scar in the mountain. That's the Manitou Incline. Wedding Rock. And it's not unusual to see a wedding out here every week, if not every day. The current record, we had a lingerie wedding, which was really interesting considering what the men were wearing. And then last year, please don't ask any questions because I can't, but you have to go back more than 5. From this perspective, they call him the praying hand. Up there by animals, birds. They germinated, took root, and the limestone has a unique characteristic that has the where the hillside meets the cliff face. Look at that guy up there, looks like an oversized bonsai tree with the curved neck and the small canopy. He's more than 2,000 years old. Hope you didn't Google fact check. നമ്മൾ ഇറങ്ങണ കഴിഞ്ഞു.
അത് പിടിച്ചാൽ ഡൈനോസർ ഫോസിലാണ്. ഇത് ഇവിടുന്ന് കിട്ടിയതാ. ഇവിടുന്ന് കിട്ടിയിട്ട് അവരത് യേൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു. അയച്ചപ്പോൾ അവർ ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് ഇത് സാധാരണ സ്പീഷീസ് എന്ന് പറഞ്ഞിട്ട് എടുത്തു വെച്ചു, ആർക്കൈവിൽ വെച്ചു. പിന്നെ ഈ വിസിറ്റർ സെന്റർ പണിത സമയത്ത് അവരോട് വീണ്ടും ചോദിച്ചു ഞങ്ങൾക്ക് ഇത് വിസിറ്റർ സെന്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു തരാൻ വേണ്ടി. അങ്ങനെ വെച്ചാണല്ലോ. അപ്പൊ അവര് വീണ്ടും അത് ടെസ്റ്റ് ചെയ്തു. വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അത് വളരെ റെയർ ആയിട്ടുള്ള ഒരു ഡൈനോസർ സ്പീഷീസ് ആണ്. ഇയാളാണ് കണ്ടെത്തിയത്. ഇയാളെ കണ്ടെത്തി. കാറ്റില്ലേ, ഇതാണ് ബോബ് കാറ്റ്. അതിന്റെ തോലാട്ടോ അവിടെ അല്ല, തലയോട്ടി. ഇതൊക്കെ എന്നെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതാണ് കയോട്ടി അല്ലേ? ഇതൊക്കെ നമ്മൾ പോണ ജേണിയിൽ കണ്ടല്ലോ. പിന്നെ നമ്മളത് കാണാതെ അതേതാണ് സീലൻ ബിയർ. 3 ഗ്രേസസ്. ഇതാണ് 3 ഗ്രേസസ്. കത്തീഡ്രൽ സ്പേസ്. ട്രിപ്പുകളൊക്കെ ആയിരുന്നു കേട്ടോ കാണാൻ. പണ്ടത്തെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഓരോ പഴയ 1923 എന്തെങ്കിലും വാങ്ങാം. നമ്മളെല്ലാ സ്ഥലത്തും വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങുമല്ലോ. ആ സ്ഥലത്തിൻ്റെ ഓർമ്മയ്ക്ക് എന്താ വാങ്ങണ്ടേ? നമ്മുടെ തായം കളിക്കാമല്ലോ. കുറേ ഉണ്ട്. കല്ലുകളുണ്ട് കേട്ടോ. കല്ല് കൊണ്ടുള്ള കേട്ടോ അതൊക്കെ. ചക്കല് ഇവിടെ ഉണ്ടാക്കിയ ജാമ ഫ്രഷ് ഫഡ്ജ്. ഈ ഫഡ്ജാണ് അവര് ചോക്ലേറ്റ് ആണിത്. ഈ ഫഡ്ജാണ്. അവിടെ ഒരു കടയുണ്ട്, വേറൊരു ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട്. അയാള് വരണ വഴിക്ക് പറഞ്ഞത് അടിപൊളി. അടിപൊളിയുണ്ടല്ലോ. അവിടെ പോണോ? അവിടേക്ക് പോണോ? അയ്യോ എന്തത് കോമ്പോ. വെറൈറ്റി സാധനമുണ്ട് കേട്ടോ. കൊള്ളാലോ. ഇതാ ഒട്ടിക്കണതാ. ഇതല്ലേ ഉണ്ട്. ഇത് കൊള്ളാം. ഇത് ഫ്രിഡ്ജിൽ ഒട്ടിക്കാലോ അല്ലേ? ഇത് പക്ഷെ റിയൽ ഫോട്ടോ അല്ല, ജസ്റ്റ് ഒരു ഇതാണ്. ഇത് അടിപൊളിയുണ്ടല്ലോ. ഇത് അടിപൊളി. ഏതാ നല്ലത്? ഇതാ നല്ലത്. എടുക്കല്ലേ? ഇതിനൊരു വെളിച്ചം കുറവാണ്. ഇവിടുന്ന് ഭംഗി നല്ല കാട് എടുക്കല്ലേ? ഈ കളറിലാവോ ശരിക്കും? എന്തൊരു കളറല്ലേ ഈ കളറിൽ? ഏത് സമയത്ത് വരണേ? സൺറൈസ് സെറ്റ് അല്ല, ഇത് നിയർ ആസ്പെനിലാണ്. എന്താ കളറല്ലേ? ഗാർഡൻ ഓഫ് ഗോഡ്സിന് ഇറങ്ങി. ഇപ്പൊ ഞങ്ങൾ നേരെ പോണത് പൈക്സ് പീക്കിലേക്കാണ് പോണേ. അത് ഇതേപോലെ തന്നെ മൗണ്ടൻ തന്നെയാണ്. അങ്ങോട്ടുള്ള യാത്രയാണ്. ഇവിടുന്ന് ഒരു 1 മണിക്കൂർ കാണിക്കുന്നുണ്ട്. ഈ ബാക്കി അവിടെ നിന്നുള്ള വീഡിയോസ് ആവാം. ഓക്കെ.